മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള മെസ്സേജസ് അയക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഏറ്റവും കൂടുതൽ പാനിക് ആയിട്ടുള്ളത്. റിട്ടേൺസ് കുറഞ്ഞു, നെഗറ്റീവ് റിട്ടേൺസ് ആണ്, വിഡ്രോ ചെയ്യട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിരിക്കുമല്ലോ, ഒന്നും പേടിക്കേണ്ട എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത് അയ്യോ ഇത് ലോങ് ടേം അല്ല, ഞാൻ 1 ഇയറിലേക്കാണ് പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഞാൻ ഫണ്ടിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ, ഇത് ആവശ്യമുള്ള പൈസയായിരുന്നു. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് 1 ഇയർ എന്നുള്ളൊരു ടൈം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. റിസ്ക് ഭയങ്കര കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫണ്ട് ഷോർട്ട് ടേമിലേക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല മ്യൂച്വൽ ഫണ്ടുകൾ, എസ്പെഷ്യലി ഇക്വിറ്റി ഫണ്ടുകൾ. അങ്ങനെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 വർഷത്തിനും 7 വർഷത്തിനും മേലോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ താഴോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഹൈലി റിസ്കിയാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ CAGR എടുത്തു കഴിഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഭയങ്കര റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കൊറോണയ്ക്ക് ശേഷം ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ആരും വലിയ ക്രാഷുകളൊന്നും കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഇനിയും ഡൗൺ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. അത് അങ്ങനെ ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു 1-2 മാസത്തെ ഡൗൺ സൈഡ് കണ്ടിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല.